ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ പുതിയ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിൽ ഫുള്ള് വൃത്തിക്ക് പണിതിന്. ഇനി കുറച്ചധികം റിസോഴ്സസും കാര്യങ്ങളൊക്കെ തപ്പി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഫാം ഉണ്ടാക്കുക. ഫാമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷീപ്പിനെയും കാര്യങ്ങളും കണ്ടുപിടിക്കണം. അതിന് മുന്നേ നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എത്ര വെള്ളം എടുത്താലും അത് തീരത്തില്ല. അപ്പോൾ അതിന് 2 ബക്കറ്റ് ഓഫ് വാട്ടർ വേണം. ഞാൻ ആദ്യം ഒന്നവിടെ വെച്ചുകൊണ്ട് പിന്നെ വയ്ക്കുന്നില്ല. ഇതാ ഒന്നുകൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടുന്ന് എടുത്തില്ല. നമുക്ക് ഷീപ്പിനെ പരുതാം. ഷീപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷീപ്പിനെ അതാ 2 ഷീപ്പുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ടുപോയാലോ? അതിനെ തന്നെ കൊണ്ടുപോകാം. ഇതിനെ അവിടെ എത്തിച്ചിട്ട് നമുക്ക് പണിയാം. മറ്റേ കൂട് അവിടെ എത്തിച്ചിട്ട് പണിയാം. അതാ നല്ല. അത് 3 ഇതെന്താ ലോട്ടറിയോ? നമുക്ക് പെട്ടെന്നൊരു 360 റൊട്ടേഷനിൽ തന്നെ പണിതെടുക്കുക. പിന്നെ അടുത്ത ലെറ്റ്സ് പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഫുഡ് ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഫുഡിൻ്റെ ഫാം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് 3 ഷീപ്പിനെയും വിളിച്ചു വരുത്താം. ഒരു 2 ഷീപ്പ് എടുത്ത് ഓക്കെ. ഇവിടെ ഒന്നും കൂടി ഉണ്ടല്ലോ. നോലെല്ലാം പോയി. ഇതെല്ലാം ഒരു ബഗ്ഗേ. നേരത്തെ ഒന്ന് കണ്ടിട്ട് അത് അവിടെ ഒന്നും കൂടി ഉണ്ടല്ലേ. ഈനെ അങ്ങ് വിളിച്ചു വരുത്താം. 3 എണ്ണമാണെങ്കിൽ 3 നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. നമുക്ക് വൂളുമായി നമുക്ക് ഇതുമായി ഈനെല്ലാം ഒന്ന് ചെറുങ്ങനെ ബ്രീഡ് ചെയ്യുമ്പോൾ ഒരാടെ തന്നെ നിന്നോളൂ, അനങ്ങത്തില്ല. ഇതാ അങ്ങനെ നമുക്ക് ഒരു ചെറിയ കുഞ്ഞൻ ഗ്രേ കളറിൽ. ഇനി നമുക്ക് മറ്റേ ഫാമിലോട്ട് എത്താം. അപ്പോൾ മറ്റേ ഫാമിൽ ഇൻഫിനിറ്റി സോഴ്സ് ഉണ്ടാക്കാൻ മറന്നുപോയി. അത് സാരമില്ല, നമുക്കിപ്പോൾ ഇനി ഫാം ഉണ്ടാക്കാം. ഫസ്റ്റ് വേണം നിങ്ങൾ നടുവിൽ ഒരു കുഴി വയ്ക്കുക. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഹോവ് ഉണ്ടാക്കാൻ എന്നോട് മറന്നുപോയി. നമുക്ക് നേരെ ഒന്ന് പോയിട്ട് ഹോവ് ഉണ്ടാക്കുക. ഈ ഹോവനെ കൊണ്ടാണ് നമ്മൾ കൊത്താൻ പോകുന്നത്. ഹോവനെ കൊണ്ട് കൊത്തിയാലേ നമുക്ക് ഫാമിനുള്ള പറ്റൂ. അപ്പോൾ ഈ ഹോവ് എടുത്തതിന് ശേഷം നിങ്ങൾ 4 ബ്ലോക്ക് അഥവാ വെള്ളത്തിൻ്റെ ബാക്കോട്ടേക്കും മുന്നോട്ടേക്കും ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ഈ ഹോ എടുത്തിട്ട് 1 2 3 4 ഇതേ വിടാൻ പറ്റുമല്ല. 4 ബ്ലോക്ക് രീതിയിൽ ഇങ്ങനെ ഹോവനെ കൊണ്ട് കൊത്തുക. 4 ബ്ലോക്കേ വിടാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബ്ലോക്കേ വെള്ളം അതിനെ ഇങ്ങനെ എടുക്കൂല. വെള്ളം ഈ കൊത്തിയതിനെ എടുക്കാൻ കഴിയും 4 ബ്ലോക്ക്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള മണ്ണൊക്കെ കണ്ട ഡേർട്ടൊക്കെ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ട ഇപ്പോൾ ചിലത് സാധാ കളറും ചിലത് ഇതും കണ്ട. ചിലത് സാധാരണ ഒരു മണ്ണ് പോലത്തെ കളറും ചിലത് കുറച്ച് ഒരു ബ്രൗൺ പോലത്തെ കളറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെള്ളം അതിന് തട്ടി നിർത്താം. ഇനി നമുക്ക് ഒരു ഹോ ഉണ്ടാക്കണം. ഹോ പെട്ടെന്ന് പൊട്ടിപ്പോകും. വുഡൻ ഹോ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് സെക്കൻഡിന് ഇപ്പോൾ പൊട്ടിപ്പോയി. ഇനി നമുക്കൊരു ഹോ ഉണ്ടാക്കാൻ പെട്ടെന്ന്. ഇനി ആ ഹോനെ കൊണ്ട് നമുക്കവിടെ പിന്നെയും നെയ്തിരിക്കുക അങ്ങനെയൊക്കെയല്ലേ പറയാം. നമുക്ക് ഇങ്ങനെ കൊത്തുക. എന്നിട്ട് ഈ കൊത്തിയ സ്ഥലത്ത് നമ്മളെ സീഡ് ഉണ്ടാവും. ഓരോ സീഡും ഞാൻ ഇപ്പോൾ വില്ലേജിൽ നിന്ന് പൊക്കിയതാണ്. എന്താ പറയുക, നമ്മുടെ പംകിൻ്റെ സീഡും മെലൻ്റെ സീഡും പിന്നെ ഇതും എന്താ പറയുക നോർമൽ സീഡ്. വീറ്റിൻ്റെ നോർമൽ സീഡ്. മെലണ് നല്ല ഫുഡ് ഇടുന്ന പരിപാടിയാണ്. 1 5 കിട്ടും, ചെറിയ പീസസ് സ്ലൈസസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കുക. ഇനി എൻ്റെ ചെസ്റ്റിൽ കുറച്ചുണ്ടായിരുന്നു, അതും കൂടി പോയിട്ട് എടുക്കാം. ഇതൊക്കെ നമുക്ക് ഫുഡാണ്. ഈ വീറ്റ് നമുക്ക് ബ്രെഡാക്കാം. എൻ്റെ അടുക്ക് ആദ്യം 40 ഉണ്ടായിരുന്നു, ഇപ്പം 48 ഉണ്ടായിരുന്നു. ബ്രെഡ് ഇപ്പം 37 സംതിങ് ആയി. പെട്ടെന്ന് തീരും. നമ്മൾ
ഹെൽത്ത് ബാർ പെട്ടെന്ന് കുറയുന്നതുകൊണ്ട് പെട്ടെന്ന് തീരും. ഉണ്ടാവും വീറ്റ് സീഡ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വീറ്റ് നേരെ ബ്രെഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബ്രെഡ് തിന്നാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളും പറയാം. 3-ാമത്തെ എപ്പിസോഡിൽ അവിടെ ഒന്നും കൂടി ബ്രീഡ് ചെയ്യാൻ കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ആളെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുള്ളൂ, 3 ആളെ ബ്രീഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഇൻവെൻട്രിയിൽ നിന്ന് ഇതെടുക്കണം, എന്താ പറയുക, നമ്മളെ വീറ്റ് എടുക്കുക. ഈ ഷീപ്പിന് നമ്മൾ വീറ്റ് കൊടുത്താൽ അത് ബ്രീഡാവും. 2 ഷീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീറ്റ് കൊടുത്താൽ ഷീപ്പിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മളൊരു ഷീപ്പിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇപ്പം നമ്മളെടുക്കുക 4 ഷീപ്പുണ്ട്, 2 കുഞ്ഞു ഷീപ്പും ഒരു വലിയ 3 വലിയ ഷീപ്പും, 5 ഷീപ്പുണ്ടല്ലേ, 5 ഷീപ്പ്. അപ്പോൾ അടുത്ത എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പം ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, നെബുവെക്സ്.